ശരിക്കും പറഞ്ഞാൽ വസ്ത്രം തുടങ്ങിയപ്പോൾ ഇത്രയേറെ സക്സസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം വേറൊന്നുമില്ല, ഇപ്പോൾ ആർക്കാണ് ഒരു ജുവലറി ബ്രാൻഡോ ഒരു ക്ലോത്തിങ് ബ്രാൻഡോ ഒക്കെ ഇല്ലാത്തതായിട്ടുള്ള ആരാണുള്ളത്? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും ഉണ്ട് ഒന്നുകിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ജുവലറി ബ്രാൻഡ്. ഏറ്റവും കൂടുതലുള്ളത് ക്ലോത്തിങ് ബ്രാൻഡ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും കരുതി ഒന്ന് തുടങ്ങി നോക്കിയാലോ. അത്യാവശ്യം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്. എന്തായാലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വസ്ത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വസ്ത്രയുടെ പുറകെ നടക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര സിമ്പിളായിരിക്കും ഈ ഒരു പരിപാടി എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൂർണ്ണമായും സമയം മാറ്റിവെച്ചാൽ മാത്രമേ നമുക്കിത് ഭയങ്കര സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ചിലപ്പോഴൊക്കെ വസ്ത്രയിൽ ഒരനക്കം ഉണ്ടാവത്തില്ല കേട്ടോ. കാരണം സ്റ്റോക്ക് തീരുന്നതാണ്. പിന്നെ സ്റ്റോക്ക് ഞാൻ പോയി എടുത്താൽ മാത്രമേ എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. പോയി മെറ്റീരിയൽ എന്താണ്, ഫാബ്രിക് എന്താണ്, എങ്ങനത്തതാണ്, എന്താണ് എന്നൊക്കെ പോയി ചെക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. പോകാനുള്ള സമയവും സന്ദർഭവും ഇല്ലാത്തത് കൊണ്ട് സ്റ്റോക്ക് ഉണ്ടാവത്തില്ല. അതങ്ങനെ ഒരു മുടക്കത്തിലിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഓടി ചെന്ന് കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ട് വരും. അത് ദൈവാനുഗ്രഹം കൊണ്ട് ദൈവം സഹായിച്ച് വളരെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും കേട്ടോ. പിന്നെ ചില സാരീസിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ ചെന്ന് മെറ്റീരിയലൊക്കെ നോക്കി നമുക്ക് അവിടുത്തെ ആ ഒരു ഗ്യാരണ്ടി കിട്ടിയാൽ ആ സാരീസ് ഞാൻ നമ്മുടെ ഡീലേഴ്സിൻ്റെ നിന്ന് കൊറിയർ ചെയ്താണ് വരുത്തിക്കാറ് കേട്ടോ. പക്ഷെ പുതിയതായിട്ട് പോയെടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവിടെ ചെന്നത് സാരി ആയിക്കോട്ടെ, കോട്ട് സെറ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അവിടെ പോയി അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ വിലയും ഒക്കെ നോക്കും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓരോ കടയിലും ഓരോ റേറ്റും ഓരോ ക്വാളിറ്റി സാധനമൊക്കെയാണ്. അപ്പം നമുക്ക് അഫോർഡബിളായിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ആരും കുറ്റം പറയാത്ത രീതിയിൽ മാക്സിമം അത്രയും കണ്ടു നോക്കിയാണ് എടുക്കാൻ ശ്രമിക്കാറ്. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഓർഡറാണ്. കൂടുതലും പ്രീ ബുക്ക് ചെയ്ത സാരി ആട്ടോ. ഇതിൽ കല്യാണി കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാരി ഉണ്ട്, ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ. അതിന് വന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അവസാനം ഞാൻ പ്രീ ബുക്ക് ചെയ്ത് വരുത്തിക്കുകയാണ് ചെയ്തത്. അത് കുറച്ച് ബൾക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഡീലേഴ്സിൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, അത്രയ്ക്ക് ട്രെൻഡിങ് ആട്ടോ ആ സാരി. അപ്പോൾ പിന്നെ അവരിലുള്ള കുറച്ച് പീസസ് അയച്ചു തന്നു. ആ പീസസ് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അല്ലാതെ നമ്മുടെ ഉണ്ടായിരുന്ന അല്ലാത്ത കുറച്ച് സാരീസും ഒക്കെ കൊറിയർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിതേ നമ്മുടെ നെട്ടയും വീട്ടിൽ വന്നു. ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ് കേട്ടോ. 34ാമത് വിവാഹ വാർഷികമാണ്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ഉച്ചയ്ക്ക് റെസ്റ്റ് എല്ലാം കൊടുത്തിട്ട് അച്ഛൻ അമ്മയും കൂട്ടി പഴയിടം രുചിയിൽ വന്നു. അമ്മയല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാനും ചീമയും സച്ചുമൊക്കെ ഉണ്ട്. ഏട്ടൻ വർക്കിന് പോയി, വേദ സ്കൂളിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു സദ്യ അച്ഛൻ മേടിച്ച് തന്നു കേട്ടോ. വൈകിട്ടും അച്ഛൻ്റെ വക തന്നെ ഒരു കുഞ്ഞു ചിലവൊക്കെ ഉണ്ട്. കോഴിയെ വാങ്ങി നിർത്തി പൊരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു കോഴിയെ വാങ്ങി നിർത്തി നിറച്ചൊക്കെ പൊരിച്ച് നമ്മുടെ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി പൊളിച്ചു.